നിങ്ങൾ പറഞ്ഞു, മൻ അകല മാ യസ്ഖുതു മിനൽ മാഇദ, സുപ്രയിൽ നിന്ന് താഴെ വീണുന്നത് എടുത്ത് ആരെങ്കിലും ഭക്ഷിച്ചാൽ ആശ ഫീ ഉസ്അത്തിൻ, സാമ്പത്തിക വിശാലതയിൽ അവന് ജീവിക്കാൻ പറ്റും. സാമ്പത്തിക വിശാലത വേണോ? ഭക്ഷണത്തിന് ബഹുമാനം കൊടുക്കണം. താഴെ വീണത് എടുത്ത് ഭക്ഷിക്കണം. അതിൽ അസ്പൃശ്യതയുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കണം. മക്കളിൽ നല്ല ആരോഗ്യമുണ്ടാകും. മക്കളിലും ആരോഗ്യമുണ്ടാകും. അല്ലാഹു സുഖം കൊടുക്കും. മിനൽ ഹംഖി, ഒരൊറ്റ കുട്ടിക്കും അല്ലാഹു തആല സൂക്കേട് കൊടുക്കൂല. ഒരൊറ്റ കുട്ടിക്കും അല്ലാഹു ആരോഗ്യത്തിന്റെ കുറവ് കൊടുക്കൂല, ബുദ്ധിയുടെ കുറവ് കൊടുക്കൂല. അന്നത്തെ ബഹുമാനിക്കണം. അന്നത്തെ ബഹുമാനിച്ചാൽ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയിൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും, നല്ല ജീവിക്കാൻ നല്ല വിശാലതയായിരിക്കും. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഭക്ഷണത്തിനോടൊക്കെ ഉള്ള ഒരു ബഹുമാനം, ഒരു സന്തോഷം. അത് കഴിക്കാൻ, അത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്നങ്ങനെ നോക്കി നിങ്ങൾ സഹോദരങ്ങളെ ബാക്കിയിടുന്നതും കൊണ്ടുപോയി കൂട്ടുന്ന ഒരു കണക്കില്ലതിന്. പഴയ കാലത്ത് ഒറ്റ ധാന്യം പോലും വെറുതെയാകും. അഥവാ ബാക്കി വീണതുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഒരു പക്ഷെ കോഴി ഉണ്ടാകും, അല്ലെങ്കിൽ പശുക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആടുകൾ പലതും ഉണ്ടാകും. ഇന്ന് വീട് മാത്രം സൗജന്യം. വീട് ഇങ്ങനെ ചുറ്റുഭാഗത്ത് ഒരു കോഴി പോലും, കൂവാൻ പോലും ഒരു കോഴി. പിന്നെ ആ ആഫിയത്തില്ലാത്ത കോഴിനെങ്ങനെ വാങ്ങിക്കൊണ്ട്? വീട്ടിൽ തസ്ബീഹ് ചെല്ലുന്ന കോഴിയില്ല, ആ കോഴി ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കുമായിരുന്നു. കുറ്റത്ത് നമ്മൾ ഒഴിവാകുമായിരുന്നു. പശുക്കൾ ഉണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളത് കഞ്ഞിവെള്ളവും കഞ്ഞിയൊക്കെ അവർക്ക് കൊടുത്തിട്ട് ആ സംരക്ഷണമെങ്കിലും